ഇനി മിക്കവാറും ആ കുഞ്ഞ് വളർന്നു വരുമ്പോ അമ്മയുടെ കഴുത്ത് കണ്ടിക്കും. നീ നോക്കിക്കോ. അപ്പ ഒരു ഗ്ലാസ് കൂടെ കുടിക്കോ? മതിയോ? അപ്പം പോകുമ്പോഴേ ചോറ്റുപാത്രത്തിൽ കുറച്ച് തന്നുവിടാ. കടയിലുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോഴും സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇഷ്ടപ്പെടാത്തവര് തകർന്നെന്ന് കേട്ടാ വലിയ സന്തോഷമാണ്. കാർത്തുമോളെ, എന്നോട് സ്നേഹപ്രകടനമൊന്നും വേണ്ട. ഒരു കുഞ്ഞുണ്ടിപ്പോ മോളെ എന്നൊക്കെ വിളിക്കാൻ. അവരുടെ കാര്യം ഇപ്പൊ ഭയങ്കര കഷ്ടത്തിലാ. വിജിത സ്വർണവും പണമൊക്കെ നിക്ഷേപിച്ചിരുന്ന സ്ഥാപനം പൊളിഞ്ഞു. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുവാ. വെരി ഗുഡ്. എന്താ കേട്ടതൊരു നല്ല വാർത്തയാണ്. അവളും അവളുടെ അമ്മയും കിടന്ന് നട്ടം തിരിയട്ടെ. ആ കുഞ്ഞോ? അത് സ്വന്തം കുഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന് ഞാൻ എത്ര തവണ കാർത്തൂനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാ ദീപേട്ടന്റെ കുഞ്ഞ് ദീപേട്ടന്റെ അല്ലാതാവോ? കാർത്തു ഇപ്പൊ എന്നെന്തിനു വിളിച്ചേ? പഴയ ശത്രുതയൊക്കെ മറന്ന് ദീപേട്ടൻ ഇനി തറവാട്ടിലേക്ക് വരണം. അവർക്കൊപ്പം ജീവിക്കണം. ഒരു ആൺതുണ വേണ്ട സമയമായത് അറിയാലോ. വിജിതയെ പ്രസവത്തിന് കൊണ്ടുപോയപ്പോ പോലും ആണുങ്ങൾ ആരും അടുത്തില്ലായിരുന്നു. പിന്നെ സാറാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. സാർ ആ ചെയ്ത് അത്ര നല്ല പ്രവൃത്തിയാണെന്നൊന്നും ഞാൻ പറയില്ല. കാർത്തൂനെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിച്ചവരാണ് വിജിതയും അവളുടെ അമ്മയും. എന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ദീപേട്ടിന് ക്ഷമിക്കാൻ പറ്റില്ലേ? കാർത്തു, ഈ ഒരു കാര്യം ഒഴിച്ച് നമുക്ക് മറ്റെന്ത് വേണമെങ്കിലും സംസാരിക്കാം. എനിക്കിതല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്റെ മനസ്സിലിപ്പോ ദീപേട്ടന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അതിനിപ്പോ അതിന്റെ അച്ഛന്റെ സംരക്ഷണം ആവശ്യമാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ദീപേട്ടന് അവർക്കൊപ്പം പോയി താമസിക്കണം. ശരി, ഞാൻ കാർത്തൂനെ വിളിച്ചോളാം. ഹലോ ദീപേട്ട, ഹലോ. അമ്മേ, അമ്മേ, കുഞ്ഞിന് നല്ല സുഖമില്ല. പനി ചുമക്കുണ്ട്. നേരത്തെ നോക്കിയപ്പോ നല്ല ചൂടുണ്ടായിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് പൈസ വേണ്ടേ മോളെ? അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയി പൈസ ചോദിച്ചാ ഇപ്പൊ നമ്മുടെ അവസ്ഥ അറിയാവുന്ന ആരും കടം തരില്ല. പിന്നെ ചോദിക്കാവുന്ന അയാളോടാ, ആ വിശ്വനോട്. അയാളോട് ചോദിക്കാൻ ചെന്നാ കൂടെ പൊറുക്കാവോന്ന് ചോദിക്കും. ഇതുകൊണ്ട് വിക്ക്. ഇതിന് കിട്ടുന്ന പൈസ എന്താന്ന് വെച്ചാ കൊണ്ടുവാ. എന്നിട്ട് മോളെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കാം. തൽക്കാലം ഇത് മതി. പക്ഷെ എത്ര കാലം ഇങ്ങനെ പോവും മോളെ? പോകുന്നിടത്തോളം പോവാ. ഈ പടവണ്ടാരം പോലത്തെ വീടും ഇതിനു ചുറ്റുമുള്ള വിശാലമായ പറമ്പും തൂത്തു ഉടയ്ക്കുന്ന എനിക്ക് വീട്ടുജോലി ഒരു പ്രശ്നമല്ല. എവിടെയെങ്കിലും വീട്ടുജോലിക്ക് ഇന്ന 10-10,000 രൂപ കിട്ടും. പക്ഷെ നിന്നെയും കുഞ്ഞിനെ ആര് നോക്കുമെന്ന് ആലോചിക്കുമ്പോ പോകാനും തോന്നുന്നില്ല. ഒരു ഗതിയില്ലെങ്കിൽ പോയല്ലേ പറ്റൂ. കുഞ്ഞിനെ വളർത്തണ്ടേ? നീ ഡിഗ്രിക്കൊക്കെ പോയതാണല്ലോ മോളെ. നിനക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടത്തില്ലേ? കുഞ്ഞ് കുറച്ചുകൂടെ വളരാതെ ഞാൻ എങ്ങനെയാ പണിക്ക് പോകുന്നത്? ഏതെങ്കിലും തുണിക്കടയിൽ പോയി നിന്നാലും മാസം 16,000 രൂപയ്ക്ക് മുകളിൽ കിട്ടും. തുണിക്കടയിൽ നിൽക്കാനോ? ഞാനോ? ഇനി ഇപ്പൊ അന്തസ്സൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ മോളെ? ആൾക്കാരുടെ മുമ്പിൽ പോയി ഇറക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്നതല്ലേ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കുഞ്ഞു ഉണ്ണിയുടേതല്ലെങ്കിലും അവനെ കളയണ്ടായിരുന്നെന്ന്. ഇത്ര സംസാരം ഒന്ന് നിർത്തണോ അമ്മേ? ദീപന്റെ കുഞ്ഞിനെ കൊണ്ട് അയാൾ അച്ഛന്ന് വിളിപ്പിക്കുന്നത് എന്തിനാ? ഇപ്പൊ അങ്ങനെ വിളിക്കാൻ പോലും ആളില്ലാതായല്ലോ. ജീവിതം ഒരു പരുവായല്ലോ. ദേ, നിന്ന് വാചകം അടിക്കാതെ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ട് വിറ്റിട്ട് വാ. 1.5 പവനുണ്ട്, നല്ല വില. ദേ മോളെ, മോളെക്കാണ് 2 പേര് വന്നിട്ടുണ്ട്.
എന്നാ ആ? മോളു എന്താ നോക്കണേ? മോള് ദീപേട്ടനെ പോലെ ഉണ്ടല്ലേ? കുറച്ചുകൂടി വളർന്നാലേ ആരെ പോലെയാണെന്നൊക്കെ പറയാൻ പറ്റൂ. അല്ലാതെ തന്നെ പറയാൻ പറ്റും. ദീപേട്ടനെ പോലെ തന്നെയാ. അത് തന്നെ എല്ലാരും പറയുന്നേ. ദീപന്റെ കുഞ്ഞിന് എന്തായാലും ദീപന്റെ ചായ കാണുമല്ലോ. സാറ് കുഞ്ഞിനെ എടുക്കുന്നില്ലേ? മോളു ആ വന്നേ വന്നേ വന്നേ. ആ ഈ മെടുക്കി ഒന്ന് കണ്ടു കഴിഞ്ഞാ ദീപേട്ടൻ പിന്നെ തിരിച്ചു പോകത്തില്ല. അതവനറിയാം, അതുകൊണ്ടവൻ വരാതിരിക്കുന്നത്. ആ സാറിന് ഫോണിന്ന് തന്നെ. ബാവേ നോക്ക്, ബാവേ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഹൈ ചിരിക്ക്. ദീപേട്ടന് അയച്ചു കൊടുക്കാം. ഞാൻ അയച്ചു കൊടുത്തു ഫോട്ടോയൊക്കെ. ഒന്നിനൊരു മറുപടി പോലും വന്നില്ല. സാറെ എടുത്തോണ്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോ ചെലപ്പോ കുഞ്ഞിനെ ഒന്ന് കാണാൻ തോന്നും. ദാ, ദാ. വാ മോളൂ, വാ വാ വാ. അമ്മയുടെ പുറത്തോട്ട് പോയിരിക്ക. ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് വന്നായിരുന്നു. പൈസ നഷ്ടപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു. മണ്ടത്തരം കാണിച്ചു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മുതലാളി മുങ്ങിയിരിക്കുക. അയാള് തിരിച്ചു വന്നാലും പാപ്പരായി പോയി എവിടെ നിന്നെടുത്ത് പണം തരാനാ? മോൾക്ക് കിടക്കണ്ടേ? കിടക്കണോ? കിടക്കാം കിടക്കാം കിടക്കാം. കിടക്കാട്ടോ. അയ്യോ അതോ അങ്ങനെ. പോവാടോ. പോയിട്ട് വരാം മോളൂ കേട്ടോ. കാർട്ടൂന് മോളെ കണ്ടിട്ട് മതിയായില്ല അല്ലേ? ഞാൻ ഇടയ്ക്ക് വരാം. ഓ കളിയല്ലേടാ. അമ്മ ഇപ്പൊ വരാവേ. ആഹാ, സാറും കാർത്തും വന്നായിരുന്നോ? കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ. ആ, ആകെയുള്ള സമ്പാദ്യമൊക്കെ എടുത്ത് വിൽക്കുക. ഇത്തിരി സ്വർണ്ണം ഊരി തന്നു, അതുകൊണ്ടുപോയി വിറ്റിട്ട് വരിക. ഏതായാലും ഉണ്ണി പോയപ്പോ ഇവള് കെട്ടുതാലി അഴിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അതും കൂടി വിൽക്കാം. പിന്നെ ദാ ഈ കാണുന്നതൊക്കെ. അത് കഴിഞ്ഞാ പിന്നെ മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിക്കണം. ദീപൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഓ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. അവനെങ്ങും വരാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ മോൾ ഒരുപാട് തവണ വിളിച്ചു കാണുമല്ലോ. ഞങ്ങളും വിളിച്ചു. പിന്നൊരു ഗുണമുണ്ട്, ഇവളെങ്ങാനും വിളിച്ചാ പിന്നെ അവൻ എടുക്കത്തോലുമില്ല. എന്തായാലും വല്ലാത്തൊരു സമയം തന്നെ. കുറെ നേരം ആയാലും ആലോചന തുടങ്ങിയിട്ട്. അല്ല സാറേ, ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. എത്ര നല്ല കുഞ്ഞാ വിജിതയുടെ കുഞ്ഞ്. തനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരാണല്ലോ. സാറിന് ഇഷ്ടപ്പെട്ടില്ലേ ആ കുഞ്ഞിനെ? ആ, ദീപന്റെ സന്താനമല്ലേ, അതിന്റെ ഒരു പ്രസരിപ്പ് ആ കുഞ്ഞിന്റെ മുഖത്തുണ്ട്. ദീപേട്ടൻ ഇങ്ങ് വന്നു കിട്ടിയാ അവരെ രക്ഷപ്പെട്ടു. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ ദീപേട്ടൻ പിന്നെ അവിടെ നിന്ന് പോവില്ല. അതുകൊണ്ടാവാൻ വരാത്തെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ആളെ അവിടെ എത്തിക്കണേ സാർ. താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവൻ വരുന്നെങ്കിൽ വരട്ടെ.
അല്ലാതെ അവന്റെ പിന്നാലെ നടക്കാനെന്ന് എനിക്ക് വയ്യ. താൻ ആ കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് വേറൊരാളെ പറ്റി ഓർത്തു നോക്കിയേ, തന്റെ ഉണ്ണിയേട്ടനെ പറ്റി. അവൻ കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന രംഗം ഓർത്ത വിജിതയെ വലിച്ചു കീറാൻ തോന്നുന്നില്ലേ? അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവള് ചെയ്യുന്നതൊക്കെ സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ? അതിനുള്ള തിരിച്ചടി വിജിതയ്ക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ സാറേ? എവിടെ കിട്ടിക്കഴിഞ്ഞു എന്നാ താനീ പറയുന്നത്? ദീപനൂടെ വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം ഓക്കെ, പക്ഷെ ഉണ്ണിയുടെ കാര്യോ? അവൻ ഇങ്ങനെ ജീവിക്കേണ്ട പയ്യനാണോ? കയ്യിലിരിപ്പ് മോശമായിരുന്നെങ്കിലും അവനെ ഈ നിലയിൽ എത്തിച്ചത് കരുണന്റെ മോള് തന്നെ. വിജിതയുടെ വയറ്റി കിടക്കുന്നത് സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞ നിമിഷം അവന്റെ നെഞ്ച് നിന്നുപോയി കാണും. അതുകൊണ്ടാ അവൻ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയേ. എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ കുഞ്ഞ് ദീപേട്ടന്റെ മകളായി തന്നെ വളരണം. കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയി, എന്നിട്ടും നമുക്കൊരു കുഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് തന്നെ വല്ലാതെ സ്വാധീനിച്ചേ. അതും ഒരു കാരണം തന്നെയാ. നമ്മളെപ്പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ. നമുക്ക് ഡോക്ടർ അരുന്ധതി ഒന്നുകൂടി പോയി കാണാം. അക്കാര്യത്തിൽ കുറച്ചുകൂടെ ഫലം കിട്ടുന്നത് വേറൊരാളെ കണ്ടാലാ. അതാരെയാ? അങ്ങനെയെങ്കിൽ നാളെ തന്നെ അവിടെ പോ. വേറെ ആരുമല്ല, ജീവൻ ഡോക്ടർ തന്നെയാ. ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പോലും അങ്ങനെ പറയണ്ട. ഏട്ടത്തിയുടെ അവസ്ഥ കണ്ടിട്ട് അയാളോട് താൻ മയത്തി പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി നമ്മുടെ ജീവിതത്തിലേക്കും അയാളെ വലിച്ചിഴക്കണ്ട. ഞാൻ സാറിനെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, ഒരു നേരം പോക്കിന്. ഇതാണോ നേരം പോക്ക്? അയാളെ കൊല്ലാതെ വിട്ടിരിക്കുക ഞങ്ങളൊക്കെ. ഇപ്പോഴും അപ്പച്ചയുടെ മുമ്പിൽ ചെന്ന് വെട്ടാ അയാളുടെ മരണം ഉറപ്പാ. അങ്ങനെയുള്ളപ്പോ നമുക്കിടയിൽ അയാളെ പറ്റിയുള്ള ഒരു സംസാരവും പാടില്ല. പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, പോരെ? എന്നാലും താൻ പറഞ്ഞല്ലോ അയാളുടെ അടുത്തേക്ക് പോവാന്ന്. ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും കണ്ടതാണ് മഞ്ജു അടുത്തി. എന്നിട്ട് അവസാനം അവർക്ക് മതി. അയാളെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. ജീവിതകാലം മുഴുവൻ നമുക്കിങ്ങനെ ജീവിക്കേണ്ടി വന്നാലും ഡോക്ടർ ജീവന്റെ സഹായം കൊണ്ട് ഇവിടെ ഒരു കുഞ്ഞ് ഓടിക്കളിക്കണ്ട. സാറേ, എന്നോട് പിണങ്ങി പോവാണോ? ഞാൻ അധികം പിണങ്ങാത്ത കൂട്ടത്തില്. പക്ഷെ ഈ ഒരു കാര്യത്തില് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, തന്നെ അനുകൂലിക്കാനും. എന്റെ അപ്പച്ചയും മുത്തച്ഛനൊക്കെ വേദനിപ്പിച്ചവൻ, എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവൻ ജീവിതകാലം മുഴുവൻ എന്റെ ശത്രുവായിരിക്കും. സാറിന്റെ അച്ഛന്റെ മരണത്തിന് അയാളായിരുന്നു കാരണക്കാരൻ? അതെ, അന്നത്തെ സംഭവങ്ങൾ കാരണമാണ് എന്റെ അച്ഛന്റെ ഹൃദയം നിന്നുപോയെ. അതേപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെ ഭയപ്പെടുത്തി പൈസ എങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതോടില്ലാതാക്കരുത്. എന്തായാലും നമ്മൾ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് കാർത്തൂന്റെ മുടി അയാൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം. എന്നെ കൊണ്ടൊന്നും ഇനി അതിന് പറ്റില്ല. ഇനി അയാൾ നമ്മളെ തേടി വരത്തുമില്ല. ഇനി അഥവാ കാർത്തൂന്റെ മുടി നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്തൂന്നിരിക്കട്ടെ, അയാൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതിന് പണവും തരത്തില്ല. ഞാൻ 1-2 തവണ ഡോക്ടർ ജീവനെ വിളിച്ചു, അയാള് മൊബൈൽ എടുക്കുന്നില്ലെന്നേ. എങ്ങനെ എടുക്കും? 25,000 രൂപ ആറ്റിലൊഴിക്കതുപോലെ ആയില്ലേ? അയാൾക്ക് അതെന്തെങ്കിലും പ്രയോജനപ്പെട്ടോ? എടി പപ്പിനി, നമ്മൾ കൊടുത്ത മുടി ഒരു 40-കാരുടേതാണെന്ന് അയാൾ കണ്ടെത്തണമെങ്കിൽ ഏതോ ലാബിലോ മറ്റോ അത് ടെസ്റ്റ് ചെയ്ത് കാണും. ടെസ്റ്റ് ചെയ്ത് കാണും. അങ്ങേരൊരു ഡോക്ടറല്ലേ, അങ്ങേരുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങള്. അത്രയും ബുദ്ധി നമുക്ക് പോയില്ല. അവിടെ ആ പാളിച്ച പറ്റിയത്. എടി വേറൊരു സംഭവം,
നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിലേ അത് നമ്മുടേതാണെന്ന് അറിയാൻ ഒരു മുടിനാര് മതി. ആ അങ്ങനെ ഞാൻ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഈ കാർത്തു അനാഥയല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോ ഡോക്ടർ ജീവനും കാർത്തും തമ്മില് എന്തെങ്കിലും ബന്ധം കാണൂ? അങ്ങനെയാണെങ്കിൽ മഞ്ജുവിന്റെ മുടി എന്തിനാ പിന്നെ അയാൾ ആവശ്യപ്പെട്ടത്? മഞ്ജു എന്താ അനാഥയാണോ? എന്റെ മോളെ, വിജയയും കുഞ്ഞിനെയും കാണാനില്ല. കാണാനില്ലെന്നോ? അയ്യോ, കാണാനില്ല. ഞാനന്ന് ഇടയ്ക്ക് ഉണർന്നപ്പോ മുമ്പുവശത്തെ വാതിൽ തുറന്നു കിടക്കുക. ഒടുക്കം പോയി വിജിതയുടെ മുറി നോക്കി. അവിടെ അമ്മയില്ല, കുഞ്ഞുമില്ല. എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കിയിട്ട് തന്നെയാ മോളെ ഇവിടെ നിൽക്കുന്നെ. ദീപം വരാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള കാശ് സ്വർണ്ണമൊക്കെ പോയായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി കുഞ്ഞിനെയും കൊണ്ട് എന്തെങ്കിലും കടും കൈ ചെയ്യാൻ പോയതാണോന്നും അറിയത്തില്ല. അയ്യോ, ആരെ വിളിച്ച് ഞാൻ ഈ വിവരം പറയാന്? ഒച്ചനെന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാൾക്കിപ്പോ മകളേത് ഭാര്യ ഏതാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള മനുഷ്യനോട് വിളിച്ചു പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ ദീപനെയെങ്കിലും വിളിച്ച് കാര്യമൊന്ന് പറ. ഈ സമയത്തെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ. ശരി മാമി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ആ ശരി മോളെ. എന്താ അമ്മയും കുഞ്ഞിനെ കാണാനില്ലേ? ഇല്ല സാറേ, ഈ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് വിജിത പുറത്തു പോയിരിക്കോ? അതത്ര വലിയ നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോന്റെ അടുത്തോട്ടാണോ ഇവള് വന്നത്? അല്ല, ഇവിടെ താഴോട്ട് ചാടിയിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടി നിന്നതാ. എന്തുവാ? ഈ കുഞ്ഞിനെ കൊണ്ട് ഇവള് പുഴയെ ചാടി ചാവാൻ പോയതാ. എന്തായാലും കൃത്യസമയത്ത് ഞാൻ എത്തി. എന്തൊരു പണിയാ മോളെ നീ കാണിച്ചത്? ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊല്ലാൻ തോന്നുവോ? നിങ്ങളുടെ അല്ലേ മോള്, അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെ തോന്നും. ഒരു ഗതിയും പരഗതിയും ഇല്ലാന്ന് തോന്നി. ദീപേട്ടൻ ഇനി മടങ്ങി വരില്ലാന്നും. അതുകൊണ്ട് തന്നെയാ ജീവിക്കാൻ മാർഗമില്ലാതെ ഞങ്ങള് മരിക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് നീ എന്നെ കുറിച്ച് ആലോചിച്ചോ? നീ പോയാ പിന്നെ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ ജീവിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഭർത്താവിനോടും മോളോടും വലിയ സ്നേഹവും എന്നുള്ള കൂട്ടത്തിലല്ലോ. നീ അങ്ങനെ പറയരുത് മോനെ. ഇവള് പോയ ശേഷം ഞാൻ ഇവിടെ കിടന്ന് ഉരുകയായിരുന്നു. ദേ ഇപ്പോഴും ഉമ്മർത്ത് തന്നെ ഒരേ നിപ്പായിരുന്നു. ഇവള് വന്നില്ലെങ്കിൽ പുഴ ചാടാനായിരുന്നു എന്റെ തീരുമാനം. ദീപേട്ടൻ കേറി വാ. എടി ഞാൻ വരണോ? ഇനി ഞങ്ങളെ വിട്ട് പോവരുത് ദീപേട്ട. മോനെ, ലോകത്താരെ ഇവള് സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കറിയാം. ആ സ്നേഹമൊന്നും വാക്ക പറഞ്ഞ പോരാ. തിരിച്ചടികൾ ഉണ്ടാവുമ്പോ ചില മനുഷ്യരൊക്കെ മാറും. അത് സ്ഥായിയായ മാറ്റമല്ല, താൽക്കാലികമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊപ്പം ദീപേട്ടനൊന്ന് താമസിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്ക്. എടി ഞാൻ ഇവിടെ താമസിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ദീപേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാന്ന് പറഞ്ഞല്ലോ. നീ കേൾക്കണം. കേട്ടില്ലെങ്കിൽ ഇനി മരണത്തിലേക്ക് പോകുന്ന നിന്റെ കൈപിടിക്കാൻ അമ്മേ. കാര്യം എന്തായാലും അവസാനവും വന്നല്ലോ. മോക്കിപ്പോ സമാധാനമായല്ലോ. ദീപേട്ടൻ ഇനി നമ്മളെ വിട്ട് പോവില്ല. കുഞ്ഞിനെ കണ്ടപ്പോ അവന്റെ മനസ്സ് മാറിക്കാണും മോളെ. അതിന് പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഒരു നിബന്ധന. എന്താണേലും അതങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്ക് മോളെ. ഞാൻ അംഗീകരിച്ചു കൊടുത്തു. അമ്മയുടെ അഭിപ്രായം കൂടെ അറിയണമെന്ന് പറഞ്ഞു. മോൾ അംഗീകരിച്ചെങ്കിൽ പിന്നെ എനിക്കെന്താ? എനിക്ക് സമ്മതം തന്നെയാ. ഈ വീടും പറമ്പും എല്ലാം കണ്ണേട്ടന് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് കണ്ണേട്ടന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നാ പറയുന്നേ. അതെന്തൊരു പറച്ചില്ല? എല്ലാം കൂടി അവന്റെ പേരിൽ എഴുതി കൊടുത്താ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ദീപേട്ടൻ എന്റെ ഒപ്പം ഇവിടെ നിൽക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂന്നാ പറയുന്നത്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ മോളെ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാം കൂടി എഴുതി കൊടുത്താ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? അതേപ്പറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ദീപേട്ടൻ എനിക്കൊപ്പം വേണം.
അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. മോളെ, ഇത് കോടികളുടെ സ്വത്താ. ഇതാണ് നിന്റെ മകൾക്കുള്ള ഏക സമ്പാദ്യം. അത് കളഞ്ഞു കുളിക്കാനാണോ? എന്തായാലും ഇനി ദീപേട്ടനെ വിട്ടുകളയാൻ പറ്റില്ല. ദീപേട്ടന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് കരുതിയാ മതി. അതിന് ദീപനല്ലല്ലോ കൊടുക്കുന്നത്, കണ്ണനല്ലേ. ചുരുക്കി പറഞ്ഞ നമ്മൾ വഴിയാധാരാകാൻ പോകുന്നു. അവനവന്റെ തറവാട് കിട്ടാൻ പോകുന്നു. ഇതൊക്കെ അവന്റെ ബുദ്ധിയായിരിക്കും. അല്ലെന്നാ പറഞ്ഞത്. ഇതുവരെ കണ്ണേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. ആർക്കറിയാൻ അറിഞ്ഞിട്ടില്ലെന്ന്? ഒന്നുറപ്പാ അമ്മേ, ഞാൻ കുഞ്ഞുമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അറിഞ്ഞിട്ട് പാഞ്ഞെത്തിയതാ ദീപേട്ടൻ. അതുകൊണ്ട് ദീപേട്ടൻ എന്നോടും കുഞ്ഞിനോടും ആത്മാർത്ഥതയുണ്ട്. എന്തോന്ന് ആത്മാർത്ഥത? വീടും പറമ്പും കണ്ണിക്കണ്ടവൻ എഴുതി കൊടുക്കുന്നതാണോ ആത്മാർത്ഥത? അമ്മ വെറുതെ ഇങ്ങനൊന്നും സംസാരിക്കരുത്. ദീപേട്ടൻ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ എന്നെയും കുഞ്ഞിനെ അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. ദീപേട്ടനോട് മാന്യമായി പെരുമാറാവൂ, സംസാരിക്കാവൂ. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഒന്നും എനിക്കിനി ആലോചിക്കാനില്ല. ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞു. അത് ശരി. അപ്പോ ഇതിനകത്ത് വന്നായിരുന്നോ? വന്നു. കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ പോയ ഇവളെയും കൂട്ടി ഞാൻ വന്നു. നന്നായി ദീപേട്ട. ഇത്തിരി താമസിച്ചിരുന്നെങ്കിൽ നന്നാവത്തില്ലായിരുന്നു മോളെ. കുറച്ചു ദിവസമായിട്ട് മനസ്സിനൊരു മാറ്റം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാർത്തും ഇവളും ഒക്കെ കുഞ്ഞിന്റെ പടം അയച്ചതിന് ശേഷം. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് ചിന്തിക്കുമ്പോൾ ആരോ എന്നെ പിന്നീന്ന് വലിക്കും. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വരാൻ തോന്നില്ല. പിന്നെ അവസാനമായിട്ട് ഇവള് മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചപ്പോ എന്തോ മനസ്സിനകത്തൊരു നീറ്റൽ തുടങ്ങി. അതിന്റെ പിന്നാലെ ഇവളെ കാണാനില്ലെന്ന് കാർത്തുമോള് വിളിച്ചു പറഞ്ഞത്. അതോടെ ഇവള് ഭയപ്പെടുത്താനല്ല മെസ്സേജ് അയച്ചെന്നൊരു തോന്നലുണ്ടായി. അതാ പെട്ടെന്ന് ഓടി പുറപ്പെട്ടത്. ഏതായാലും അതുകൊണ്ട് സാറും കാർത്തുമോടും വന്നപ്പോ വെള്ള പൊതിച്ച് കിടത്തിരിക്കുന്ന അമ്മയും കുഞ്ഞിനെ കാണേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. പിന്നെ ഞാൻ ഇവൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഇവൾക്കൊപ്പം താമസിക്കൂ. അതല്ലെങ്കിൽ ഇനിയിപ്പോ അവള് ചത്താലും ജീവിച്ചാലും ശരി, കുഞ്ഞിനെ കൊണ്ട് ഞാനങ്ങ് പോകും. എന്താ നിന്റെ ഡിമാൻഡ്? ഈ തറവാടിന്റെ അവകാശം ശരിക്കും പറഞ്ഞ കണ്ണേട്ടനാ. കണ്ണേട്ടന്റെ അധ്വാനാണ് ഇതിനകത്തുള്ളതെല്ലാം. അപ്പൊ പിന്നെ കണ്ണേട്ടൻ അനുഭവിക്കേണ്ടതെല്ലാം വേറെ ആരും അനുഭവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് കണ്ണേട്ടന്റെ പേരിൽ ഈ വീടും പറമ്പും പാടവും ഒക്കെ എഴുതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലണ വാങ്ങിക്കാതെ. അതിത്തിരി കടുപ്പം പിടിച്ച തീരുമാനമാണെന്ന് അറിയാം സാറേ. പിന്നെ ദീപമ്മോൻ പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ എന്തായാലും കേൾക്കും. ഇനി വിജിതയും കുഞ്ഞിനെ വിട്ടിട്ട് ദീപേട്ടന് എങ്ങോട്ടും പോകാൻ പാടില്ല. അമ്മയ്ക്കും കുഞ്ഞിനൊപ്പം ദീപേട്ടന് എന്നും വേണം. ഞങ്ങളും അത്രേ കരുതിയിട്ടുള്ളൂ മോളെ. ഏതായാലും ഞങ്ങൾ കണ്ണേട്ടനെ കണ്ടെന്ന് വിവരം പറയട്ടെ. കണ്ണേട്ടൻ അംഗീകരിച്ചാലേ തീരുമാനങ്ങൾ നടക്കൂ. അരുൺ സാർ കണ്ണേട്ടനോട് പറഞ്ഞേക്ക്. കണ്ണേട്ടൻ അംഗീകരിച്ചില്ലെങ്കിൽ എന്നെ പിന്നെ ആരും കാണില്ലെന്ന്. അർഹതപ്പെട്ടവന് കിട്ടേണ്ടത് കിട്ടണം അരുൺ സാറേ. കണ്ണേട്ടനും പവിത്രടുത്തൊക്കെ ഇവിടെ വന്ന് താമസിക്കണമെന്ന എന്റെ ആഗ്രഹം. പിന്നെ കണ്ണേട്ടന്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന തറവാടല്ലേ കണ്ണേട്ടന്റെ അച്ഛൻ ഉറങ്ങുന്ന തറവാട്. ഇവിടെ തീർച്ചയായിട്ടും ജീവിക്കേണ്ടത് അവരൊക്കെ തന്നെ. ഞങ്ങൾ ഇപ്പൊ തന്നെ കണ്ണേട്ടനെ കാണാൻ പോവാ. എന്നിട്ട് ഈ വിവരം പറയാം. തറവാട് കണ്ണേട്ടന്റെ പേരിൽ എഴുതി കൊടുത്തെന്ന് കരുതി അമ്മയും കുഞ്ഞിനെയും വഴിയാധാരാക്കരുത്. ഇവർക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്തിയിട്ട് വേണം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അതേക്കുറിച്ചൊന്നും മോൾ അറിയണ്ട. ശരി ദീപ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. പൂത്ത പണമുണ്ട് അരുൺ സാറിന്റെ കയ്യില്.
അതുകൊണ്ട് തറവാട് സ്വത്തുമൊക്കെ കൊടുത്താ കിട്ടാവുന്നതിന്റെ പകുതിയെങ്കിലും തരും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയാലും നമുക്ക് ജീവിക്കണമല്ലോ. ഇതല്ലേ നല്ല ആരോഗ്യമുണ്ട് എനിക്ക്. ഇവളെയും കൊച്ചിനെയൊക്കെ പോറ്റാൻ എനിക്കറിയാം. പിന്നെ ഇവർക്കൊപ്പം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ. അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ നിർത്തി. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ദീപേട്ടനെ എനിക്കൊപ്പം നിന്നാ മാത്രം മതി. കാർത്തൂന് തറവാടാ തിരികെ ഏൽപ്പിക്കുന്നത്. അയാൾക്ക് ആ വീടിനോടുള്ള അടുപ്പം മറ്റൊരു വീടിനോടും ഇല്ല. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അമ്മയ്ക്കൊക്കെ അങ്ങോട്ട് പോവാൻ താല്പര്യമുണ്ട് കണ്ണ. അത് പിന്നെ പറയണോ? എന്നേക്കാൾ മുമ്പേ ആ തറവാട് കണ്ട ആളല്ലേ അമ്മ. അവിടെ ജീവിച്ചതല്ലേ. എനിക്ക് പക്ഷേ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് തറവാട് സ്വന്തമാക്കാൻ ഇത്തിരി ദണ്ഡമുണ്ട്. ഞങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടല്ല കണ്ണ. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് എന്റെ കുടുംബത്തെ നിലനിർത്തിയത് അരുണ. അതുകൊണ്ടാ പവിത്രയും കാർത്തുവും എന്റെ മോളും ഒക്കെ അല്ലലില്ലാതെ കഴിഞ്ഞത്. അതിന്റെ കൂടെ ഇനി വലിയൊരു തുക കൊടുത്ത് എന്റെ തറവാടോട് സ്വന്തമാക്കാന്ന് പറയുന്നത് തെറ്റാരുണ്ട് അപ്പച്ചി. ഞങ്ങൾക്കിതൊരു ഭാരമല്ല കണ്ണ. എത്രയോ നാള് മുന്നേ ഞാൻ ഇവനോട് പറഞ്ഞതാ, ആ തറവാട് വിൽക്കുവാണെങ്കിൽ കണ്ണന് വാങ്ങിക്കൊടുക്കാന്ന്. കാർത്തൂനെ നന്നായിട്ട് വളർത്തിയ കണ്ണന് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? എന്റെ കണ്ണനൊന്നും പറയാത്തത്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി ആലോചിക്കാനൊന്നുമില്ല കണ്ണേട്ടാ. കണ്ണേട്ടന്റെ തറവാട്ടിൽ കണ്ണേട്ടൻ താമസിക്കുന്നു. ഇനിയുള്ള കാലം അത്രയും. ഞങ്ങളൊന്ന് ദീപനെ കാണട്ടെ. ചായ കുടിച്ചിട്ട് പോരാനുണ്ട് അപ്പച്ചി. അത് ഞങ്ങൾ കടയിൽ നിന്ന് കുടിച്ചോളാം. വാ മോനെ. അതൊക്കെ അവര് വന്നിട്ട് പറയും. ശടാ, സസ്പെൻസ് ഇടാതൊന്നും പറഞ്ഞൂടെ? അതൊക്കെ അവര് പറയുമെന്ന് പറഞ്ഞില്ലേ? ദീപേട്ടന് ഇരിക്കെ. ദീപേട്ടന് ഗുണമുള്ള കാര്യം തന്നെയാ പറയാൻ പോകുന്നത്. അപ്പച്ചിയും സാറും എന്ത് പറഞ്ഞാലും അതങ്ങ് കേട്ടാ മതി. അപ്പോ എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു മുൻകൂർ ജാമ്യം എടുത്തു. ആർക്കും ദോഷമില്ലാത്ത കാര്യമാ ദേവി അരുണും പറയാൻ പോകുന്നത്. എന്നാ പിന്നെ ഇപ്പോഴേ പറഞ്ഞൂടെ? എന്താ മോളെ കാര്യം? ഞാൻ പറയാം. ദീപൻ ഇരിക്കെ. ഞങ്ങള് കണ്ണനെ കണ്ടിട്ടാ വരുന്നത്. മതിലകം തറവാട് ദീപൻ കണ്ണന് വെറുതെ കൊടുക്കുന്നത് കണ്ണന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ തറവാട് വാങ്ങിക്കൊടുക്കാന്നങ്ങ് തീരുമാനിച്ചു. വാങ്ങിക്കൊടുക്കാനോ? അതിന് കിട്ടാവുന്ന ന്യായമായ വില തന്ന് ഞങ്ങൾ അത് കണ്ണേട്ടന് വാങ്ങിക്കൊടുക്കാൻ പോവാ. പണത്തിനൊന്നും ആവശ്യമില്ല. ആ തറവാട്ടിൽ കഴിയേണ്ട ആള് കണ്ണേട്ടനാണ്. അതുകൊണ്ടാ ആ വീടും പറമ്പും കണ്ണേട്ടന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് ഞാൻ വിജിതയുടെ അടുത്ത് അല്ല മോളെ, വെറുതെ ഈ തറവാട് എഴുതി കൊടുത്താ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? എഴുതി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ദീപേട്ടൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിലേ അങ്ങേരുടെ പാട്ടിന് പോവും. അല്ലെങ്കിൽ പോകത്തില്ലയോ? ഈ തറവാടെല്ലാം കണ്ണന്റെ പേരിൽ എഴുതിയിട്ട് ദീപനൊരു മുങ്ങിയാലോ? ഇതൊക്കെ അമ്മ കുറെ ചോദിച്ചതാ. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാ. ദീപേട്ടൻ അങ്ങനെ മുങ്ങുന്ന കൂട്ടത്തിലൊന്നും അല്ല. എനിക്കറിയാം ദീപേട്ടനെ. അബദ്ധം പറ്റുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാം നശിച്ചപ്പോഴും കയ്യിലുണ്ടായിരുന്ന മുതലാ ഈ തറവാടും ഇതിനു ചുറ്റുമുള്ള പറമ്പും. അതും കൂടി പോയി കഴിഞ്ഞാ പിന്നെ ജീവിതം നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നിക്കത്തില്ല മോളെ. ഇനി ഏതായാലും ദീപേട്ടനെ പിണക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരാൾ അടുത്തുണ്ടെങ്കിൽ സ്വത്തും വേണ്ട, പണവും വേണ്ട. വലിയ ആശ്വാസ. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന പെണ്ണായിരുന്നില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചേ പറ്റൂ. എന്താടി രണ്ടുപേരും കൂടി വല്ല ഗൂഢാലോചന നടത്തണോ? ഒന്നുമില്ല മോനെ. ഒന്നുമില്ല എന്നൊന്നും പറയണ്ട. രണ്ടുപേരും കൂടി എന്തിനെ പറ്റി സംസാരിക്കുന്നെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും.
വെറുതെ കണ്ണേട്ടന് പറമ്പും പാടവും തറവാടും ഒക്കെ കൊടുക്കാൻ പോവാന്ന് അറിഞ്ഞപ്പോ മുതല് നിങ്ങളുടെ ഭാവം മാറിയതാ. മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോ നേരിയൊരു നെഞ്ചിടിപ്പ്, ഒരു ഭയം. വെറുതെ വീടും പറമ്പും കൊടുക്കാവുന്ന ഞാൻ പറഞ്ഞത് 100% സത്യസന്ധമായിട്ടാ. അതിനുള്ള അർഹത കണ്ണേട്ടനുണ്ട്. എന്നാൽ വെറുതെ ഒന്നും വേണ്ടെന്ന് കണ്ണേട്ടൻ പറയുന്നു. അതുകൊണ്ട് ഈ വീടിനും പറമ്പിനും കിട്ടേണ്ട ന്യായമായ വില തന്നിട്ടേ കണ്ണേട്ടനെല്ലാം സ്വന്തമാക്കൂ. അതിന് തക്ക പണമൊക്കെ കണ്ണനായോ? അതേപറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും കിട്ടേണ്ട തുക കിട്ടിയിരിക്കും. പക്ഷേ ഇവളുടെ പേരിലല്ല, എന്റെ പേരിലേ അത് ഇട്ടു തരൂ. ദീപേട്ടന്റെ പേരിലായാലും എന്റെ പേരിലായാലും ഒരുപോലെയല്ലേ? പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ദീപേട്ടൻ പറഞ്ഞ എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. അല്ല മോനെ, ഒരു തട്ടുകട നടത്തിയ ഇത്രയൊക്കെ കാശ് കിട്ടുമോ? കിട്ടുമെങ്കിൽ എന്താ, നിങ്ങളും തട്ടുകട തുടങ്ങാൻ പോകണോ? അങ്ങനെയാണെങ്കിലേ തട്ടുകട നടത്തുന്ന നിങ്ങൾക്ക് കാശല്ല, നല്ല 1-1.5 തട്ട് കിട്ടും. കണ്ണേട്ടനും പൗത്രേടത്തൊക്കെ വൃത്തിയാണ് ആദ്യം നോക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ കച്ചവടം കൂടിയത്. എങ്കിലും അമ്മ ചോദിച്ചാലും ന്യായമില്ലേ ദീപേട്ട? ഒരു തട്ടുകട നടത്തുന്നവർക്ക് ഈ സ്വത്തൊക്കെ വാങ്ങിക്കാനുള്ള ആസ്തി ഉണ്ടാവോ? അതേപ്പറ്റിയൊന്നും ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും കണ്ണേട്ടന് വെറുതെ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അരുൺ സാറിന്റെ സഹായം ഉണ്ടാവും. അന്ന് കണ്ണൻ ജയിലിലായ ശേഷം കാർത്തൂനും പൗത്രയ്ക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നപ്പോ സഹായിച്ചത് മുഴുവൻ അരുൺ സാറല്ലയോ? പശുക്കളെ ലേലത്തിൽ പിടിച്ചതും തട്ടുകട ഇട്ടുകൊടുത്തതും അങ്ങേരല്ലയോ മോളെ? കൂടുതൽ കാടൊന്നും കയറണ്ട. ഇന്ന് തന്നെ പ്രമാണം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എല്ലാം കണ്ണേട്ടന്റെ പേരിലാക്കണം. പൈസ കിട്ടുവോ? ചിലപ്പോ കിട്ടിയില്ലെന്നും വരും. അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാകുന്നേ? അമ്മയ്ക്കൊന്ന് വെറുതെ ഇരുന്നൂടെ? പിന്നെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു ഉറപ്പുവരുത്തിയതിനു ശേഷം ഒപ്പിടാനാണ് ഭാവമെങ്കിൽ ഒപ്പിടണ്ട. ഞാൻ ഒരിക്കലും ഇവിടെ നിർബന്ധിക്കില്ല. എനിക്ക് പണമൊന്നും കാണണ്ട. ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാന്ന് പറഞ്ഞില്ലേ ദീപേട്ടനോട്? ശരി, എന്നാ പിന്നെ നീ പോയി റെഡിയാക്കൂ. കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാവട്ടെ. എപ്പോഴാണ് നിന്റെയും ഇവരുടെയൊക്കെ മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ മനസ്സ് മാറുന്ന പഴയ വിജിതയല്ല ഞാനിപ്പോ. ജീവിതാനുഭവം കൊണ്ട് എല്ലാം തിരിച്ചറിഞ്ഞവളാ ഞാൻ. എനിക്കിനി പഴയ പോലെ ആവാൻ കഴിയില്ല. ദീപേട്ടനോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യയായിരിക്കും ഞാൻ. ദീപേട്ടനെ വിഷമിപ്പിക്കുന്ന ഭാര്യ ആവില്ല.